എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ കാണുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് പാട്ട് കേൾക്കല്. ഏത് ഹാപ്പി മൊമെന്റ് ആയാലും ഏത് ഡൗൺ ആയിട്ടുള്ള മൊമെന്റിലായാലും ഒരു നല്ലൊരു സിനിമ അല്ലെങ്കിൽ ഒരു നല്ല പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആ ഒരു അബ്നോർമാലിറ്റി തന്നെ ഡിസോൾവ് ആയി പോകും. അതുകൊണ്ട് എന്റെ ചാനലിൽ ഇതുവരെ ഞാൻ മെയിൻലി സംസാരിച്ചുകൊണ്ടിരുന്നത് സിനിമയെ കുറിച്ചാണ്. പക്ഷെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ കുറിച്ചും അയാളുടെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആൽബത്തിനെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് കാഞ്ഞെ വെസ്റ്റ്. ആൻഡ് അയാളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എന്റെ ആൽബമാണ് ദ കോളേജ് ഡ്രോപ്പ് ഔട്ട്. സാധാരണ റാപ്പ് സോങ്സ് അല്ലെങ്കിൽ ആ ഒരു റാപ്പ് ജോൺറ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര റാഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയധികം റോ ആയിട്ടുള്ള സോങ്സ് ആണ് മിക്കതും. പക്ഷെ കാഞ്ഞെ വെസ്റ്റിന്റെ പാട്ടുകൾ മാറിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഗാങ്സ്റ്റർ ജോൺറ അല്ലെങ്കിൽ ഗാങ്സ്റ്റർ റാപ്പ് എന്നുള്ള ആ ഒരു സംഭവം അതിൽ നിന്ന് മാറി ചിന്തിച്ച് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിട്ടുള്ള കുറച്ചും കൂടിയും കോമൺ ആയിട്ടുള്ള ഇഷ്യൂസ് ലൈക്ക് റേസിസം, ഫാമിലി, അതുപോലെ തന്നെ പിയർ പ്രഷർ, എഡ്യൂക്കേഷൻ സിസ്റ്റം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ഇയാൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അത് മാത്രമല്ല ഇയാള് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മെറ്റീരിയലിസം അല്ലെങ്കിൽ ആ ഒരു ഫെയിം, ഫോർച്യൂൺ, ഇതിനൊക്കെ കുറിച്ചാണ് ഇയാൾ പറയുന്നത്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഇയാൾ എങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് എത്തി, എങ്ങനെ ഇയാൾ ഇത്രയും സ്ട്രഗിൾസിലൂടെ കടന്നു വന്ന് ആ ഒരു പദവിയിലേക്ക് ഇയാൾ എങ്ങനെ എത്തുന്നു പറയണ ഒരു ആൽബമാണ് ദ കോളേജ് ഡ്രോപ്പ് ഔട്ട്. ഈ ഒരു ആൽബത്തിലെ ഏതൊരു പാട്ടും അറ്റ് എനി ഇൻസ്റ്റൻസ് ഓഫ് ടൈം നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിലും നിങ്ങൾക്കൊരു ബൂസ്റ്റ് കിട്ടും. നിങ്ങൾ കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് കാഞ്ഞെ വെസ്റ്റിന്റെ പാട്ടുകൾ ഇത്രയധികം യുണീക്ക് ആകുന്നത്. സോ ഈ കാഞ്ഞെ വെസ്റ്റിന്റെ തന്നെ കോളേജ് ഡ്രോപ്പ് ഔട്ട് എന്നുള്ള ആൽബത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. Go listen to all my music. It's the code to self-esteem. It's the code to who you are. If you're a Kanye West fan, you're not a fan of me, you're a fan of yourself. You will believe in yourself. I'm just the espresso. I'm just a shot in the morning to get you going, to make you believe that you can overcome that situation that you're dealing with all the time. ഏർലി 90s മുതൽ ഒരു 2004 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ കാഞ്ഞെ വെസ്റ്റ് പ്രമുഖ റാപ്പറായിട്ടുള്ള ജെയ്സി അതുപോലെ തന്നെ ഒരുപാട് ഫിഗേഴ്സിന്റെ ഒക്കെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ബീറ്റ് മേക്കേഴ്സ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്യേണ്ടായിരുന്നത്. ആ ഒരു ടൈമിലാണ് കാഞ്ഞെ വെസ്റ്റിന് ഒരു സോളോ റാപ്പർ ആവണം അല്ലെങ്കിൽ ഹി വാണ്ട്സ് ടു ബിക്കം വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റാപ്പർ ടു എവർ ലീവ്, ആ ഒരു പദവിയിലേക്ക് എത്താനായിട്ട് ആൾ തീരുമാനം എടുക്കുന്നത്. ആൻഡ് ആ ഒരു ടൈമിൽ റോക്കഫെല്ലർ റെക്കോർഡ്സ് എന്നുള്ള ഒരു കമ്പനി, ജെയ്സിയുടെ തന്നെ കമ്പനി, ആളൊരു ഡീൽ സൈൻ ചെയ്തു. ആ ഡീൽ സൈൻ ചെയ്തതിനു ശേഷം അയാളുടെ ഫസ്റ്റ് ഡെബ്യൂട്ട് സ്റ്റുഡിയോ ആൽബം ആയിട്ടുള്ള ദ കോളേജ് ഡ്രോപ്പ് ഔട്ട് 2004 അയാൾ ഇറക്കി. ആൻഡ് അത് ഇറങ്ങിയതിനു ശേഷം ഉള്ള കാലഘട്ടം ഫുള്ള് ക്രിട്ടിക്സും ലിസണേഴ്സും എല്ലാവരും പ്രൈസ് ചെയ്ത് ഇറ്റ് മെയ്ഡ് ദ കോളേജ് ഡ്രോപ്പ് ഔട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ആൽബംസ് എവർ ഇൻ ഹിപ്പ് ഹോപ്പ് ഹിസ്റ്ററി. ഈ ഒരു ആൽബത്തിൽ നിന്നാണ് കാഞ്ഞെ വെസ്റ്റിനുള്ള ആ ഒരു ലെജൻഡറി ഫിഗറിന്റെ ആ ഒരു ബർത്തും അയാളുടെ ആ ഒരു കോൺഫിഡൻസും അറഗൻസും അയാളുടെ ആ ഒരു പ്രൈഡും അയാളുടെ ആ ഒരു ചിപ്മങ്ക് സോൾ, അയാളുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ആ ഒരു മ്യൂസിക് സ്റ്റൈലിനെ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ് ദാറ്റ് വാസ് കോളേജ് ഡ്രോപ്പ് ഔട്ട്. ഈ ഒരു ആൽബത്തിന് ഏറ്റവും കൂടുതൽ യുണീക്ക് ആക്കിയിട്ടുള്ളത് ഈസ് ഇറ്റ്സ് ഡീവിയേഷൻ ഫ്രം ദ ഗാങ്സ്റ്റർ റാപ്പ് ജോണർ. ഇതിന്നൊക്കെ മാറി ചിന്തിച്ചുകൊണ്ട് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി യുണീക്ക് ആയിട്ടുള്ള തീംസ്, നമ്മുടെ എല്ലാവരുടെയും ഡെയിലി ലൈഫിൽ കാണാൻ പറ്റുന്ന റിലേറ്റബിൾ ആയിട്ടുള്ള തീംസ് സച്ച് ആസ് ഫാമിലി ഇഷ്യൂസ്, അതുപോലെ തന്നെ പിയർ പ്രഷേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണലിസം, മെറ്റീരിയലിസം, എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇതിനൊക്കെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടാണ് കാഞ്ഞെ വെസ്റ്റിന്റെ ഈ കോളേജ് ഡ്രോപ്പ് ഔട്ട് എന്നുള്ള ആൽബം ഇറക്കിയിട്ടുള്ളത്. ഇതിന്റെ കോറിൽ ഇത് കാഞ്ഞെ വെസ്റ്റിന്റെ ഒരു ഓട്ടോബയോഗ്രഫി പോലെയാണ്. ഇയാളുടെ എങ്ങനെയാണ് ഈ കോളേജിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ഇന്ന് നമ്മൾ കാണുന്ന ആ ഒരു ലെജൻഡറി സ്റ്റാറ്റസിലേക്ക് എത്തിയെന്ന് പറയുന്ന ഒരു ആൽബമാണ് ഇത്. ഈ ഒരു ആൽബം നമ്മൾ ഏത് ടൈമിൽ എടുത്ത് കേട്ട് നോക്കുകയാണെങ്കിലും ഒരു ചിൽ വൈബോട് കൂടിയിട്ട് അല്ലെങ്കിൽ അത്രയധികം അപ്ലിഫ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നേച്ചറിലാണ് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. മറ്റ് ഫേമസ് റാപ്പേഴ്സ് ആയിട്ടുള്ള ജെയ്സി, ജെയ്മി ഫോക്സ്, ട്വിസ്റ്റ, GLC, കോൺസിക്വൻസസ്, സൈലീന ജോൺസൺ, ഇവരുടെ ഒക്കെ ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള 20 ട്രാക്സ് ആണ് ഈ ഒരു ആൽബത്തിലുള്ളത്. കമ്പൈൻ ദാറ്റ് വിത്ത് കാഞ്ഞെ വെസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റൈൽ ആൻഡ് യു ഗെറ്റ് എ മാസ്റ്റർ പീസ് ഓഫ് ആൻ ആൽബം. ഈ ഇതിൽ ഓരോ പാട്ടുകളും അത്രയധികം എൻലെസ് റീപ്ലേ വാല്യൂ ആണുള്ളത്. ഈ ഒരു ആൽബത്തിലെ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിട്ടുള്ള ഏകദേശം 2 മില്യൺ സ്ട്രീംസ് ഉള്ള ഒരു പാട്ടാണ് ഓൾ ഫോൾസ് ഡൗൺ. പക്ഷെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് ഈ ഒരു ആൽബത്തിലെ ഇറ്റ് വുഡ് ബി സ്പേസ് ഷിപ്പ്. എല്ലാം ഓർഡിനറി ആയിട്ടുള്ള ഒരു 9 to 5 ജോബ്സ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്റ്റുഡന്റിനെ തന്നെ ഏറ്റവും കൂടുതൽ മുഖത്തടിച്ച് പറയുന്ന ഒരു പാട്ടാണ് സ്പേസ് ഷിപ്പ്. അത് നമ്മളെ എൻകറേജ് ചെയ്യണം. ഇത് ഈ ഒരു നോർമൽ അല്ലെങ്കിൽ മീഡിയോക്രിറ്റി വിട്ടിട്ട് നമ്മുടെ ഡ്രീംസിനെ ഫോളോ ചെയ്തിട്ട് ടു മേക്ക് ഇറ്റ് ബിഗ്, അത്രയധികം മോട്ടിവേഷൻ നൽകുകയാണ് ഈ ഒരു പാട്ട്. അതിലുള്ള ആ ഒരു ഗ്രൂവി ബീറ്റ് ആയിക്കോട്ടെ, കാഞ്ഞെ വെസ്റ്റിന്റെ ബാസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ അത്രയധികം അപ്ലിഫ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്പേസ് ഷിപ്പ് ഈ ഒരു ആൽബത്തിന്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് പാട്ടായിട്ട് ഞാൻ പറയാൻ കാരണം. കൂടാതെ ജെയ്മി ഫോക്സ് നറേറ്റ് ചെയ്യുന്ന ഒരു 2 സ്കിറ്റ് ഉണ്ട് ഇതില്, സ്കൂൾ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട്. അതില് പക്ക എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതാണ്. ഇതിലുള്ള ആ സ്കൂൾ സ്പിരിറ്റ് എന്നുള്ള സ്കിറ്റ് വളരെയധികം റിമാർക്കബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം കൊണ്ടാണ് ഈ ഒരു ആൽബത്തിലത്തെ 20 പാട്ടുകളും അത്രയധികം യുണീക്കും അത്രയധികം മെമ്മറബിളും ആക്കുന്നത്. Overall, I believe the College Dropout is one of the most finest albums ever in hip hop history. എന്തുകൊണ്ട് കാഞ്ഞെ വെസ്റ്റ് എന്നുള്ള ആ ഒരു റാപ്പർ അല്ലെങ്കിൽ ആ ഒരു ആർട്ടിസ്റ്റ് ഇത്രയധികം ഇൻഫ്ലുവൻസ് ഹിപ്പ് ഹോപ്പ് ഇൻഡസ്ട്രിയിൽ നിന്ന് ലീവ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ ആൽബത്തിലെ 20 പാട്ടുകളും ഇന്ന് കേട്ടോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും why Kanye West is the most influential artist of our generation.
റിലീസ് കഴിഞ്ഞിട്ട് ഏകദേശം 20 വർഷത്തിന് ശേഷവും ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു തീംസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണലിസം, അത് എങ്ങനെയാണ് ഇന്നത്തെ മോഡേൺ സൊസൈറ്റിയുടെ ഡ്രീംസും അങ്ങനത്തെ പാഷനൊക്കെ റിജക്ട് ചെയ്തിട്ട് ഒരു മീഡിയോക്രിറ്റിയിലേക്ക് ലീഡ് ചെയ്യണമെന്നും എല്ലാം തന്നെ പെർഫെക്റ്റ്ലി കാന്യെ വെസ്റ്റിന്റെ ആ ഒരു ലൈഫ് ജേർണിയിലൂടെ എടുത്തു കാണിക്കുന്ന ഒരു ആൽബമാണ് കോളേജ് ഡ്രോപ്പ് ഔട്ട്. നമ്മളെ കളിയാക്കിയവരുടെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പുക, അതിനുള്ള ഒരു മോട്ടിവേഷൻ ആണ് ഈ ഒരു ആൽബം നമുക്ക് തരുന്നത്. കാന്യെ വെസ്റ്റിന്റെ ആളുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഐ എം ജസ്റ്റ് എ കപ്പ് ഓഫ് കോഫി ടു ഗെറ്റ് യു മോട്ടിവേറ്റഡ് ഇൻ ദ മോർണിംഗ്. ദാറ്റ്സ് കോളേജ് ഡ്രോപ്പ് ഔട്ട്. എസ്പെഷ്യലി ഇഫ് യുവർ സ്റ്റുഡന്റ്, നിങ്ങൾ ഏതൊരു അവസ്ഥയിലൂടെ കടന്നു പോവാണെങ്കിലും ഈ ഒരു ആൽബം ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ യു വിൽ ഫീൽ മോട്ടിവേറ്റഡ് ടു പെർസ്യൂ യുവർ ഡ്രീംസ് ആൻഡ് ബി യുണീക് ആൻഡ് സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദ അതേഴ്സ്. എന്തൊക്കെ പറഞ്ഞാലും അയാൾ ആ ഒരു ഹിപ്പ് ഹോപ്പ് ഇൻഡസ്ട്രിയിൽ ലീവ് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് അത് വളരെയധികം വലുത് തന്നെയാണ്. ആൻഡ് അത് മനസ്സിലാക്കാനായിട്ട് ഒരു ഒറ്റ ആൽബം ദ കോളേജ് ഡ്രോപ്പ് ഔട്ട്. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ആൽബംസ് ഓഫ് ഓൾ ടൈം. നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഈ മീഡിയോക്രിറ്റിയിൽ നിൽക്കാണ്ട് കുറച്ചുകൂടി യൂണീക്ക് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, ഒരു എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ലോകത്തിൽ ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ആളാണെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം കേട്ടു നോക്കേണ്ട ഒരു ആൽബമാണ് ദ കോളേജ് ഡ്രോപ്പ് ഔട്ട്. സോ ഇത്രയും പറഞ്ഞു നിർത്തുന്നു. വിൽ കാച്ച് യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ.